കരുണയോടെ സ്വർഗീയ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കിൾസ് ആൻഡ് നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് യു നോ there are some people from other parts of India. They may not understand our language. For them to understand, let me say a couple of words. Sister Fanny Joss, she is a regular person. She is leading the worship. She cannot see. She don't have eyes like we have. God has given a great vision. Use the keyboard and sing a tremendous progress she made it in the music industry. Fanny, would you please your time unmute ചെയ്യുക. നമുക്ക് ഫാനിയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇറ്റ്സ് ഫാനി. താങ്ക് യു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ അങ്ങേയറ്റം ദൈവ സാന്നിധ്യത്തോടെ കർത്താവിന്റെ സന്നിധി നമുക്ക് അടുത്ത് വരാം. കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം എത്ര മാധുര്യമാണ്, നമ്മുടെ നാവിനാൽ വർണ്ണിക്കുവാൻ കഴിയത്തില്ല. ആ കർത്താവിന്റെ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും എത്ര മാധുര്യമാണ്. ആ മധുരമെ അറിഞ്ഞ് നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് രാത്രി നിങ്ങളെ തൊടും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തെ രുചിച്ചു നോക്കിയൊന്ന് കാണാം. സ്നേഹം ഞാൻ രുചിച്ചു, എത്രയോ മാധുര്യം. ഓ സ്നേഹം ഞാൻ രുചിച്ചു, എത്രയോ മാധുര്യം. തേനിനേക്കാളും തീക്കട്ടയേക്കാളും നിന്നാവിലെത്ര മാധുര്യം. ഓ തേനിനേക്കാളും തേക്കട്ടയേക്കാളും നിന്നാവിലെത്ര മാധുര്യം.
നീതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനയാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. നന്ദിയോടെ ഹല്ലേലൂയ 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 അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ബലഹീനരായിരുന്ന ഞങ്ങളെ അങ്ങ് ബലത്തോടെ നിർത്തിയ ദൈവ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ 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 ആമേൻ. കൈകൾ അടിച്ച് പരിശുദ്ധാത്മ ശക്തി കർത്താവിനെ പാടി നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമിത് വർണ്ണിക്കുവാൻ നാവിനാലാവതില്ല. എത്രയോ ശ്രേഷ്ഠമാണ് കർത്താവിന്റെ കരുതൽ. നമ്മളെപ്പോഴും എല്ലാ കാലത്തും ആ കർത്താവിന്റെ കരുതലിനെ ഓർത്ത് നമ്മൾ കർത്താവിനെ തുതിക്കണം. ആമേൻ. ആയിരം ആയിരം നന്മകൾ നമ്മൾ പ്രാപിച്ച നാളുകൾ ഓർക്കുമ്പോൾ സാരമില്ല, ഈ ക്ലേശം മാറിടമേ, നാഥൻ എന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഈ പാട്ടിന്റെ വരികളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ തൊടും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയോടെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മനിറവിൽ നമുക്ക് പാടി ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് എത്രയും തൻ കരുതൽ എന്നെങ്ങുമോർത്തിടും കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിനാഴമിതേ വന്നിപ്പാനാവിനാനവധിയേ. എത്രയും തൻ കരുതൽ എന്നെങ്ങുമോർത്തിടും കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമീ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമീ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. നിങ്ങളെ
കണ്ണീരിടും നാളുകളിൽ കളഞ്ഞിടാതെ മനം കരുതുന്നവൻ കാണിടും നിത്യവും കൺകരത്താൽ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിലെ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിലെ എന്നിൽ പകർന്നൊരു ശക്തിയിലെ രമനാദികന രഘനാധികരം ശകനാധാരാജാലാധാരാധികന അർത്ഥാനികന ശംഖലരികന രാഘവനാധികന അർത്ഥമനാധികനം ശേഖരേ ദൈവകൃപയുടെ മാരി ഓ അങ്ങനെ ജനത്തിൽ മേൽ ചൊരിയുന്നതിനാൽ സ്തോത്രം ദൈവാത്മാവെ അങ്ങേക്ക് നന്ദി. പ്രിയ പിതാവേ, ഈ സൂം മീറ്റിംഗിലുള്ള മുഴുവൻ ജനത്തെ അങ്ങനെ ആത്മാവിനാൽ അവിടുന്ന് സ്പർശിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയുടെ ഭയങ്കര മായി ഈ ജനത്തിൽ മേൽ അവിടുന്ന് ചൊരിയുന്നതിന് ഞാൻ നന്ദി പറയുന്നു. മുഴുമഹത്വവും അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു നല്ല അവസരം ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Especially I thank Pastor Matthew and Pastor Uncle for giving me this wonderful opportunity. And also over here in this prayer line, after a long time, I'm joining over here with all of you. And especially I can see Pastor Thomas, Pastor, whom we were all praying for him. And I hope you're doing well, Uncle. And a lot of other senior pastors and aunties and all joining from various parts of the world. We are so glad to be here in this miraculous Hand of Jesus platform. Right now we were praying for various issues, and we were having worship today along with Sister Fanny, who cannot see. Still she is on the front line for Jesus. That's a great thing which I have seen in her. Whenever we call her, she'll be always ready. And may God bless you, sister. May God make you a great preacher too in the coming days. Thank you so much. And once again, നമ്മള് ഇപ്പം ആയിരിക്കുന്നത് നമ്മുടെ മധ്യത്തിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിനെ പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പാസ്റ്റർ മാത്യു ഉമ്മൻ പാസ്റ്റർ പറഞ്ഞു വന്നു ജസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ. സോ താങ്ക് യു പാസ്റ്റർ. വൺസ് അഗെയിൻ ഐ താങ്ക് യു. ആൻഡ് we have in our midst special guest who is no one else but ക്രിസ്പിൻ കൊച്ചിക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റോമൻ കാത്തലിക്ക സഭയിൽ സന്യാസി സമൂഹമായ കപ്പുച്ചൻ സഭയിൽ 22 വർഷത്തോളം ആയിരുന്നു. അതിൽ 9 വർഷം പുരോഹിതനായിരുന്നുകൊണ്ട് കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിന്റെ ധ്യാന ഗുരുവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 2000 വർഷത്തിൽ പുള്ളിക്കാരനെ ദൈവം മനുഷ്യനെ പിടിക്കുവാനാക്കി തീർത്തു. So that's a great thing, you know. See, many people go for various other things, but when he is dedicated for the Lord, that's a great thing which we have seen in him. So he was with Pastor K.P. Yohanan for almost 5 years, and after that he left from there and tanicha oru mission pravartanatha he is involved in it, which is oru kutaimayil he is involved, that is known as Joshua Generation Cornerstone Church. So we are so glad to have him over here in our midst. Ipan namala oru worship ippan kazhiyade ullu. So he is a big worshipper, a preacher, and also we can hear his testimony too. So another 1 hour in your hands. So let's all, if you have both hands in us, right? So let's all clap. Let's all give a big hand of applause to Crispin Kochikaran. Thank you.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ക്യാൻ യു ഹിയർ മീ? Okay, we can hear that. Yeah, Thank we you. are good. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് കൂട്ടായ്മയിൽ ഈ പ്രഭാതത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുന്ന വിശുദ്ധരുടെ നടുവിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരും കൂട്ടിവരുത്തിയതിനായും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സങ്കീർത്തനം 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. കഴിഞ്ഞ ഒരു മാസം അത്ഭുതകരമായി കർത്താവ് മിറാക്കുലസ്ലി അവിടുത്തെ പൊൻകരത്തിൽ നമ്മളെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഒരു പുതിയ മാസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സഹായിച്ചു. അവർണ്ണനീയമാണ്, അവാച്യമാണ്, എണ്ണിക്കൂടാത്ത വണ്ണമുള്ള അനുഗ്രഹമാണ് ചോദിക്കുന്നതും നനയ്ക്കുന്നതും അത്യന്തം പരമായി. ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് വി ക്യാൻ എവർ തിങ്ക് ഓഫ്. അപ്രകാരം നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് വന്ന വഴികൾ ഒന്ന് ഓർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതെ ഒന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ. ഈ വരികൾക്ക് അർത്ഥം കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രയാഗം അർപ്പിക്കാം. സ്നേഹവാനായ പിതാവേ, ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അധരങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. അപ്പോൾ ഞങ്ങൾ നിന്റെ സ്തുതിഗീതികൾ ആലപിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാടാം, സ്തുതിക്കാം, ആരാധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കാം. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും
ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം പോകിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം പോകിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീയെന്നു കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീയെന്നു കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, 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 thank you Lord. ദൈവത്തിൻ്റെ അതിപരിസ്നാമം ഈ പ്രഭാതത്തിൽ സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇപ്പോഴും ഓൺലൈനിലായിരിക്കുന്ന ദൈവമക്കൾ പരസ്പരം അടുത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് പറയാം, കർത്താവിൻ്റെ സമാധാനം കൂടി ഇരിക്കട്ടെന്ന് പറയാം. ഷാലോം, പീസ് ബി വിത്ത് യു. ഹല്ലേലൂയ. എൻ്റെ പേര് ക്രിസ്പിൻ, കൊച്ചിക്കാരൻ. ഐ ഹോപ്പ് എന്നെ പലർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും അറിയാൻ വയ്യാത്തവർ ഉണ്ടായിരിക്കാം. സന്തോഷത്തോടെ കർത്താവ് എനിക്ക് നൽകിയ ആ വിടുതലിനെ, ആ കർത്താവിൻ്റെ രക്ഷയുടെ കരം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സന്ദർശിച്ചത് എന്ന് പങ്കുവയ്ക്കാൻ വീണ്ടും ഒരവസരം കൂടി പരിശുദ്ധാത്മാവ് ദൈവം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ആരുടെയോ മൈക്ക് ഓണാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അല്പ സാക്ഷ്യത്തിലേക്ക് പോകാം. ഞാൻ റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പുച്ചിൻ സഭ, ഈ ഫ്രാൻസിസ് സന്യാസ സമൂഹത്തിൽ 3 സെക്ഷനുണ്ട്. ഒന്ന് കൺവെൻച്വൽസ്, 2 ഒബ്സർവൻസ്, 3 കപ്പുച്ചിൻസ്. ഈ മൂന്നാമത്തെ കൂട്ടായ്മയിലായിരുന്നു, സഭയിലായിരുന്നു ഞാൻ. അതിൽ 22 വർഷം ഞാൻ
കപ്പുച്ചൻ സഭയിലുണ്ടായിരുന്നു. ഫോർമേഷൻ 14 years ഓഫ് ട്രെയിനിങ്ങാണ്. അതിൽ ആ ട്രെയിനിങ് കഴിഞ്ഞു ഞാൻ 9 വർഷം പുരോഹിതനായിരുന്നു കൊണ്ട് കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിൻ്റെ ധ്യാന ഗുരുവായി ഞാൻ പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000 എൻ്റെ കർത്താവിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 15:16, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15:16. അതിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, all of you have not chosen me, but I have chosen you and ordained you that all of you should go and bring forth fruit, and that your fruit should remain, and whatsoever all of you ask shall ask of the Father in my name, he may give it to you. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരഞ്ഞെടുപ്പ് വന്നതാ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. Ephesians chapter 1:4. According as he has chosen us in him before the foundation of the world. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ ക്രിസ്തുവിൽ അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു. സോ യേശു ക്രിസ്തുവാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ദാറ്റ് മീൻസ് നമ്മളുടെ മേൽ അധികാരം ഒരേ ഒരു ബോസ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ മേൽ നമ്മൾ പൂർണ്ണമായി അറിയുന്ന ഒരേ ഒരു ആൾ, അത് കർത്താവായ യേശുവാണ്. അങ്ങനെയെങ്കിൽ വി ഹാവ് ടു ഒബേ ഹിം ഓൺലി. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് നമ്മൾ അനുസരിക്കേണ്ടതും അനുകരിക്കേണ്ടതും. പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:5 onwards. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ പൗലൂസിൻ്റെ സാക്ഷ്യമാണ്. വിശുദ്ധ പൗലൂസിൻ്റെ സാക്ഷ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം ആരെയെങ്കിലും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം എന്ന് പറയുമ്പോൾ കർത്താവിനെ അനുകരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടെന്നല്ല. നെവർ 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 ഈസ് 100% ഡിവൈൻ. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. ബട്ട് ഹ്യൂമൻലി സ്പീക്കിംഗ്, മാനുഷികമായി സംസാരിക്കുമ്പോൾ വേറെ ആരെങ്കിലും ഒന്ന് അനുകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഹീറോ വർഷിപ്പേഴ്സ് ആണല്ലേ എല്ലാവരും. ഒരു സെക്കൻഡ് ഓപ്ഷൻ, നത്തിങ് ബട്ട് സെയിൻറ്റ് പോൾ, നോട്ട് ഈവൻ ഹോളി മേരി. കാരണം എന്തുകൊണ്ട് ആ വിശുദ്ധനെ നമുക്കൊരു രണ്ടാമത്തെ വ്യക്തിത്വത്തെ അനുകരിക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തെളിവ് 1 Corinthians 15-ാം അധ്യായം. നമുക്ക് ഫിലിപ്പീൻസ് പിന്നെ അല്പം കഴിയുമ്പോൾ വരാം. ഈ വിശുദ്ധ പൗലോസിൻ്റെ ഒരു ശ്രേഷ്ഠത എന്താണെന്ന് അവിടെ വ്യക്തമായിട്ടുണ്ട്. 1 Corinthians 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്. 1 Corinthians chapter 11 verse 1. Be all of you followers of me, even as I also am of Christ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ എന്നുള്ള ഒരു ചലഞ്ച് 12 അപ്പോസ്തലന്മാരിൽ ഈ ഒരു അപ്പോസ്തലൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബിക്കോസ് പൗലോസ് സാധാരണ മനുഷ്യനല്ലായിരുന്നു. ഹി വാസ് എൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. ഒരു അസാധാരണ മനുഷ്യനായിരുന്നു. ഒരു അസാധാരണ കഴിവുള്ള വ്യക്തിത്വമായിരുന്നു. 12 ജ്ഞാനികളെക്കുറിച്ച് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 12 ജ്ഞാനികൾ. അതിലൊരു ജ്ഞാനിയാണ് വിശുദ്ധ പൗലോസ്. സ്തോത്രം. ആ ജ്ഞാനി പറയുകയാണ്,
കോപ്പി മീ ആസ് ഐ കോപ്പിഡ് ജീസസ്. ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കുവാൻ. ഹി വാസ് നോട്ട് എ കാർബൺ കോപ്പി, ഹി വാസ് ട്രൂ കോപ്പി. യേശു ക്രിസ്തുവിനെ ഒപ്പിയെടുത്തവനായിരുന്നു. കോടീശ്വരൻ്റെ മകനായിരുന്നു. നല്ല ജ്ഞാനമുള്ള വ്യക്തിത്വമായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ജംപ് ഓഫ് എ പേഴ്സൺ. സ്തോത്രം. ആർക്കും പൗലോസിനെ മാറ്റി നിർത്താൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ തൻ്റെ സാക്ഷ്യം അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ആ സാക്ഷ്യം, ക്രിസ്ത്യാനി നീ ഒരു ദിവസം കുറഞ്ഞത് ഒരു 5 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. ഡോക്ടർ മരുന്ന് കുറിക്കുമ്പം ഒരു 4 നേരം 5 നേരം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പൗലോസിൻ്റെ സാക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഒന്ന് റിന്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ക്രിസ്ത്യാനി നിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് ഏത് തലത്തിലൂടെയാണ് വളർന്ന് പന്തലിച്ച് കിടക്കണമെന്ന് അറിയത്തില്ല. ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുറേശ്ശെ ഇത് ഒടിഞ്ഞ് തകർന്ന് താഴെ വീഴും. അത്രയും സിംപ്ലിസിറ്റി. മാൻ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന ഒരു സാക്ഷ്യമാണത്. സ്തോത്രം. ഇന്നും ഈ ആധുനിക യുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം നമുക്കൊരു ചലഞ്ചാണ്. സോ ലെറ്റ്സ് നമുക്കൊന്ന് ആ വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങൾ ഭാഗം ഐ വിൽ ജസ്റ്റ് റീഡ്. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ഇരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ആ വാക്യമാണ് അടിവരയിട്ട് സൂക്ഷിക്കേണ്ടത്. ചവർ എന്ന് എണ്ണുന്നു. അടുത്ത വാക്യം, ലഭിച്ചു കഴിഞ്ഞെന്നോ. ആ ഒരു ഫ്രേസ്, ലഭിച്ചു കഴിഞ്ഞെന്നോ. സ്തോത്രം. അവിടെയാണ് വിശുദ്ധ പൗലോസിൻ്റെ സിംപ്ലിസിറ്റി വെളിപ്പെടുന്നത്. തികഞ്ഞവനായി ഒന്നുമല്ല. സ്തോത്രം. വിശുദ്ധ പൗലോസിൻ്റെ പ്രത്യേകത, ജ്ഞാനിയായിരുന്നു. പക്ഷെ പൗലോസിൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു റവയും ഗോതമ്പൊന്നും ഇല്ലായിരുന്നു. ഒരു PhDയും പൗലോസിൻ്റെ പേരിൻ്റെ മുമ്പിൽ എഴുതിയിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് വളരെ സിമ്പിൾ വ്യക്തിയായിരുന്നു. എന്തുമാത്രം ജ്ഞാനം ഉണ്ടെങ്കിലും ആ ജ്ഞാനം ഒരിക്കലും ബൊംബാസ്റ്റിക് വേർഡായിട്ട് ആരെ അടിക്കാനൊന്നും പോയില്ല. എക്സെപ്റ്റ്, സ്തോത്രം, കർത്താവിൻ്റെ ദൈവീകതയെ നിഷേധിക്കാനായിട്ട് യുദ്ധത്തിന് വന്നവരെ മാത്രം പൗലോസ് അടിച്ചിരുത്തി യേശു മാത്രമാണ് രക്ഷകനെന്ന് തെളിയിച്ചു. സ്തോത്രം. അപ്പോൾ തികഞ്ഞവനായി ഒന്നും അല്ല. ഹല്ലേലൂയ. വളരുംതോറും പൗലോസ് കുറഞ്ഞു താഴേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരുംതോറും, സ്തോത്രം, മറ്റുള്ളവരെ ഒതുക്കാൻ എങ്ങനെ നോക്കും അതേ രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഹി വാസ് ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അതാണ് പ്രത്യേകത. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. സ്തോത്രം. ഇതാണ് നമ്മുടെ ഉള്ളിൽ വളർന്നു വരേണ്ട സ്പിരിച്വാലിറ്റി. ആത്മീയതയെന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ.
നേടിയെന്നതല്ല. അടുത്ത വാക്യം, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. യെസ്, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ആരെയും ഹല്ലേലൂയ കൊച്ചായി കാണരുത്. ഓട്ടം തീർന്നിട്ടില്ല, ഓട്ടം കടക്കുകയാണ്. സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് വലുതെന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും തവള വീർക്കുന്ന പോലെ മസിൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഒരുത്തിനും വലുതല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് വലുത്. ഞാൻ ചെയ്യുന്നു. അതാണ് വിശുദ്ധ പൗലോസിൻ്റെ ഹൃദയ നിശ്ചയം. പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒറ്റ ലക്ഷ്യമുള്ളൂ, ലുക്കിംഗ് അറ്റ് ടു ജീസസ്, ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. ആ ഒരൊറ്റ ലക്ഷ്യം, ക്രിസ്റ്റോ സെൻട്രിക് എന്ന് പറയും, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഓട്ടം. ഹല്ലേലൂയ. അപ്രകാരം നമ്മൾ ഓടിയില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് നിൽക്കും. ബട്ട് ഇഫ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ജീസസ്, കർത്താവ് യേശു ക്രിസ്തുവിലാണ് ഫോക്കസ് എങ്കിൽ വഴി തെറ്റില്ല. ഒരു രാഷ്ട്രീയ പണിക്കും പോകത്തില്ല, ഒരു തരികിട പരിപാടിയും കാണിക്കത്തില്ല. ഓൺലി ഞാൻ ചെയ്യുന്നു. അതാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ എടുക്കേണ്ട നിശ്ചയം. പിമ്പിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 22 വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ തിരികെ പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. ദാറ്റ് മീൻസ് ദേ നെവർ വെന്റ് ബാക്ക്. അവരൊരിക്കലും പുറകോട്ട് തിരിഞ്ഞ് നോക്കിയില്ലെന്ന അർത്ഥം. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ, തുമ്മിയാത്തിരിക്കുന്ന മൂക്കുമായിട്ടാണ് കർത്താവിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാ എന്നും പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. സ്തോത്രം. ആരെ നോക്കി ഇറങ്ങി? ആര് വിളിച്ചിട്ടാണ് വന്നേ? സ്തോത്രം. ആരെ പ്രീതിപ്പെടുത്താനാണ് വന്നേ? ഇത് ശരിക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു സമയത്താണ് നാം ഇരിക്കുന്നത്. സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അത് ആരെങ്കിലും തന്നതല്ല. ഇത് ഡയറക്റ്റ്ലി യു റിസീവ് ഫ്രം ഹെവൻ. ആ ബോധ്യം ഉണ്ടായിരിക്കണം. ഹൂ ഈസ് മൈ ബോസ്? ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്? ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായ ലാക്കിലേക്ക് ഓടുന്നു. അടുത്ത വാക്യം, നമ്മിൽ തികഞ്ഞവരൊക്കെ, സ്തോത്രം, നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. ദാറ്റ് മീൻസ് അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ എന്നൊരു ചിന്തയില്ല. നമ്മൾ കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. സഭാവ്യത്യാസം തന്നെ. വേറെവർ വി ആർ, ഏത് കോണ്ടിനിൽ കയറിയിരുന്നാലും വി ഹാവ് ഓൺലി വൺ ഫാദർ, ഹെവൻലി ഫാദർ. വി ഹാവ് ഓൺലി വൺ ലീഡർ, ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് വി ഹാവ് ഓൺലി വൺ ബ്രദർ, കർത്താവായ യേശു ക്രിസ്തു. എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? സ്തോത്രം. എല്ലാവരും ഇങ്ങനെ ഉടുപ്പൊക്കെ തയ്പ്പിച്ചിരിക്കുകയാണ്, നേരെ ഡയറക്റ്റായിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട്. ഇത്തിരി പുളിക്കും. സ്തോത്രം. എല്ലാം കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്ത് ഞങ്ങൾ നെവർ തിങ്ക് ദാറ്റ്. നമ്മൾക്ക് ഒരൊറ്റ അപ്പൻ്റെ മക്കളാണ് നമ്മൾ. തികഞ്ഞവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിൽ നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അടുത്ത വാക്യം, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ഒരു വാക്യം ഞാൻ എടുക്കുകയാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ എന്നുള്ള വാക്യം. പൗലോസിന് ഈ ശുഷ്കാന്തി എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കിയിട്ട് അല്പം എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം. എവിടെ നിന്നാണ് പൗലോസിന് ഈ ശുഷ്കാന്തി കിട്ടിയത്? വിശുദ്ധൻ്റെ അത് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 13, 14, 15 വേഴ്സസ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 13. യഹൂദമതത്തിലെ എൻ്റെ മുമ്പിലെത്തി നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും. അടുത്ത വാക്യം, എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി. അതാണ് പോയിന്റ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിക്കാനുള്ള കാരണം എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി. ഈ ഭൂമിയിൽ ഒരൊറ്റ മതമേ ഉള്ള യഹൂദമതം, ബാക്കിയൊന്നും വേണ്ട. അതായിരുന്നു പിതൃപാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയത്. വേറെ ആരെങ്കിലും ഏതെങ്കിലും കൊണ്ടുവന്നാൽ കീറിക്കോ തട്ടിക്കോ അവനെ ഈ ഭൂമിയൊന്നും തുടച്ചു മാറ്റിക്കോ. ഇന്നും ഇത്തരത്തിലുള്ള സ്തോത്രം പീഡനങ്ങൾ
കർത്താവിൻ്റെ മക്കൾ കേൾക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. നിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നാൽ എല്ലാവരും കൂടെ ഫോക്കസ് ചെയ്യുന്ന അവനെ ആയിരിക്കും. അവനെ ഏതെല്ലാം രീതിയിൽ തകർക്കാൻ പറ്റുമോ അങ്ങനെ തകർക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഇന്നേ വരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഈ കൈയൊട്ടിക്കളിക്ക് പോയിട്ടില്ല. പറഞ്ഞു മനസ്സിലായ? നമ്മളെല്ലാം കുടുംബത്തിൽ പിറന്നവരാണ്, അവരെല്ലാം ഹോസ്പിറ്റലിൽ പിറന്നവരാണ്. അപ്പോൾ ഈ പിതൃ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കും. തല്ലടാ, ഓടിക്കടാ, തകർക്കടാ. അതാണ് ഇപ്പം എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. പല സ്ഥലങ്ങളിൽ ബൈബിൾ കൺവെൻഷന് പോകുമ്പോൾ സ്തോത്രം, ഈ സുവിശേഷ വിരോധികളെന്ന് പറയുന്നത് RSS BJPക്കാരൊന്നുമല്ല, പക്ക ക്രിസ്ത്യാനിയാണ്. സ്തോത്രം. ഈ കർത്താവിൻ്റെ സുവിശേഷത്തിന് തടസ്സം നിൽക്കുന്നത് ഈ സോ കോൾഡ് ഇൻവെർട്ടഡ് കോമയിൽ ക്രിസ്ത്യാനികളാണ്. ഇവിടെയൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ബൈബിൾ അറിയാം, നീ വേറെ ആരെങ്കിലും പോയിക്കോ, ഈ ദേശത്തുനിന്നേ പോയിക്കോ. എന്താണ് ഈ പിതൃ പാരമ്പര്യമാണ്. സ്തോത്രം. വർഷങ്ങളായിട്ട് 2000 വർഷമായിട്ട് നിങ്ങൾ ഇന്നലെ മഴയത്ത് കിളുത്ത് വന്ന കൂണുകളല്ലേ? സ്തോത്രം. സീ ദ ഔട്ട്ലുക്ക്. സ്തോത്രം. എൻ്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി. നോക്കിയ ഈ എരിവിലാണ് ക്രിസ്ത്യാനികളെ മുടിക്കാനായിട്ട് കുതിരപ്പുറത്ത് കയറിപ്പോയത്. സ്തോത്രം. ഈ വിശുദ്ധ പൗലോസിനെ പോലെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും രൂപതകളിൽ, പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. ഇപ്പോഴതിൻ്റെ ഒരു സീസണാണ്. 50 നോയമ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം, കേട്ട് കാണുമായിരിക്കാം. നമ്മുടെ പോട്ടിയിലെ അച്ഛന്മാരുടെ ഒരു മിഷൻ റിട്രീറ്റ് ഗ്രൂപ്പുണ്ട്. അതുപോലെ കപ്പുച്ചിൻസിന് ഒരു മിഷൻ റിട്രീറ്റ് ബാൻഡുണ്ട്. 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. അതിലൊരു ദിവസം യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. അന്നത്തെ ദിവസമാണ് ഈ പെന്തക്കോസ്തക്കാരെ കീറുന്ന ദിവസം. ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഈ പുസ്തകമായിട്ട്, ഈ കറുത്ത പുസ്തകമായിട്ട് ആര് വീട്ടിൽ വരുന്നോ അവനെ വീട്ടിൽ കയറ്റരുത്. അതായത് പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റരുത്. സ്തോത്രം. പെന്തക്കോസ്തക്കാർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പോയാൽ സഭയെന്ന് പുറത്താക്കും. സ്തോത്രം. അതുപോലെ അവരമ്മയില്ലാത്ത മക്കളാണ്. യേശു ഇല്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയില്ലാത്ത മക്കളുണ്ടാ? ഇതാണ് ചോദ്യം. അപ്പോൾ അമ്മയില്ലാത്ത മൊട്ടത്തോടെന്ന് വിളിക്കുന്ന ഇതിനെ ഒന്നിനും വീട്ടിൽ കയറ്റരുത്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോസഫ് പുത്തമ്പുരക്കൽ അച്ഛനെ അറിയാമല്ലോ അല്ലേ? കപ്പുച്ചിൻ അച്ഛൻ എൻ്റെ 2 വർഷം ജൂനിയറാണ്. അപ്പോൾ ജോസഫ് ഞാൻ മാന്തിക്കൊണ്ടിരുന്ന പോലെ ജോസഫ് കൈയിടൊക്കെ ദൈവമക്കളെ ഇങ്ങനെ പയ്യെ ഒന്ന് ചൊറിഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മുടെ കൊളോക്കിയൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നത്. ജോസഫിന് ഞാൻ ഒരു മറുപടി കൊടുത്തു. ജോസഫ് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞതേ ഉള്ളൂ. ഞാൻ JCB വെച്ച് ജോസഫിനെ ഒന്ന് മാന്തിയിട്ടുണ്ട്. നിങ്ങളത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ആ മെസ്സേജ് നിങ്ങളൊന്ന് കേൾക്കണം. സ്തോത്രം. ഒത്തിരി പേര് അത് കേട്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിക്കുന്ന പ്രവണത അമ്മയില്ലാത്ത മക്കളാണ്. സ്തോത്രം. പിന്നെ പഠിപ്പിച്ചത് ഇവരുമായിട്ട് നീ 5 മിനിറ്റ് സംസാരിച്ചാൽ 6ാമത്തെ മിനിറ്റ് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകും. അത്രയും സ്തോത്രം വല്ലാത്തൊരു വെറുപ്പിൻ്റെ കാഴ്ചപ്പാടിലാണ് പോയിക്കൊണ്ടിരുന്നത്. നെയ്യാറ്റിൻകര രൂപത തുടങ്ങിയപ്പോൾ വിൻസെൻ്റ് സാമുവൽ ബിഷപ്പ് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ക്രിസ്മനച്ച് നമ്മളുടെ ഇടവകളിൽ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വന്ന് ഇവരെ ഒന്ന് കൈകാര്യം ചെയ്യണം. സ്തോത്രം. അന്ന് ഞാൻ കൈകാര്യം ചെയ്യാൻ മിടുക്കനായിരുന്നു. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്ത് കർത്താവ് അവസാനം എന്നെയും കൈകാര്യം ചെയ്തു. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. അതാണ് ആരൊക്കെ കർത്താവിൻ്റെ സഭയെ തൊട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ അവരെയെല്ലാം കർത്താവ് തൊട്ടിട്ടുണ്ട്. ദാറ്റ്സ് എ ഹിസ്റ്ററി. അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. സ്തോത്രം.
എനിക്ക് പല അച്ഛന്മാരെ അറിയാം. ഈ അച്ഛന്മാരെ മിക്കവരും തന്നെ ഡെഡ് അഗെയിൻസ്റ്റ് ദ പെന്തക്കോസ്റ്റ് ചർച്ച്. പക്ഷേ അവരെല്ലാവരും തന്നെ കർത്താവ് പിടിച്ച് വിവിധ ഇടങ്ങളിൽ അവരിന്ന് കർത്താവിൻ്റെ വേലയുമായിട്ട്, സുവിശേഷ വേലയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ കണ്ണൂർ ഭരണശ്ശേരി ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് ഈ പെന്തക്കോസ് അനുഭവത്തിൽ ഞാൻ വരുന്നത്. അവിടെ പുതിയ തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പള്ളിയിലായിരുന്നപ്പോൾ ആലപ്പുഴ രൂപതയിലെ ഒരു പുരോഹിതനായിരുന്നു റാഫി. അദ്ദേഹം ഒരിക്കൽ ആലപ്പുഴ രൂപതയിൽ ബൈബിൾ കൺവെൻഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ബൈബിൾ കൺവെൻഷൻ്റെ കൊയർ റാഫി അച്ഛനായിരുന്നു. അദ്ദേഹത്തിന് ഒരു കൊയർ ടീം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഗിറ്റാർ വായിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനുമായിട്ടുള്ള ആ ഒരു പരിചയം ഉണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷം ഈ പുരോഹിതൻ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് പാസ്റ്ററായിട്ട് കണ്ണൂർ പുതിയ തെരുവിൽ ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കണ്ണൂർ രൂപതയിലായിരിക്കുമ്പോൾ പല ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ പെന്തക്കോസ് സഹോദരങ്ങളെ ഉപദ്രവിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ആ പഴയ പരിചയം ഒന്ന് പുതുക്കാൻ പോയത്. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്നല്ലേ. സ്തോത്രം. അച്ഛന് പെന്തക്കോസ് പാസ്റ്ററാണെന്ന് ഞാൻ മനസ്സിലാക്കി. എങ്കിലും ആ പഴയ പരിചയം ഒന്ന് പുതുക്കമേ. ഈ പാട്ടുപ്രേമികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ പോയി. ചെല്ലുമ്പോഴൊക്കെ പുള്ളി ഇതിൽ നിന്നാണ് സംസാരിക്കുന്നത്, ബൈബിളിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, റാഫി ഇതിൽ നിന്ന് നമ്മളിതൊക്കെ പഠിച്ചതല്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ 14 years ഓഫ് ട്രെയിനിങ് ആണ്. അതിൽ OT ആൻഡ് NT, പഴയ നിയമം പുതിയ നിയമം താറവായിട്ട് പഠിക്കും. എസ്പെഷ്യലി പൗളൈൻ ലെറ്റേഴ്സൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് പഠിക്കും. പഴയ നിയമത്തിൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ലൂക്ക് എന്ന് പറയും. ഏതാണ്ട് 30-35 ലാംഗ്വേജിൻ്റെ ഉസ്താദായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛന് ഞങ്ങൾ പഴയ നിയമം എന്നാണോ OT അച്ഛനെന്നാണ് OT അച്ഛൻ. എവിടെ തൊട്ടാലും പഴയ നിയമം ഈ മുടിനാരിഴിങ്ങനെ വലിച്ചു കീറുന്ന രീതിയിലാണ് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ അപ്പോൾ ആ ഒരു ബിബ്ലിക്കൽ ട്രെയിനിങ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, റാഫി നമ്മൾ ബൈബിള് പഠിച്ചതല്ലേ? സ്തോത്രം. അത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മൾ കൺവെൻഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ ആഴം നമുക്കറിയത്തില്ലായിരുന്നു. ബട്ട് നൗ ഇപ്പോൾ എനിക്ക് ഈ സത്യം അറിയാം, അച്ഛന് ഈ സത്യം അറിയണം. ബൈബിൾ നമുക്ക് ബുദ്ധി കൊണ്ട് പഠിക്കാം. ബട്ട് ബൈബിൾ പഠിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. കാരണം ഈ പുസ്തകം എഴുതി തന്നത് റോമൻ കത്തോലിക്ക സഭയൊന്നുമല്ല. ഈ പുസ്തകം എഴുതി തന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് ഒരു മനുഷ്യനല്ല, 40 വ്യക്തികളെ കർത്താവ് ഉപയോഗിച്ചെങ്കിലും ആലോചന പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത് കോഡീകരിക്കാനായിട്ട് ചിലപ്പോൾ മറ്റു പല സഭകളിലുള്ള വ്യക്തികളെ കർത്താവ് ഉപയോഗിച്ച് കാണും. ബട്ട് അതും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് തെറ്റില്ലാത്തത്. ഏതെങ്കിലും ഒരു സഭ എഴുതിയിരുന്നെങ്കിൽ എന്നെ ഇത് മടക്കി എവിടെയെങ്കിലും അലമാര വെക്കേണ്ടതായിട്ട് വരുന്നതാണ്. സ്തോത്രം. എന്നിട്ട് ഇത് പോരാഞ്ഞിട്ട്, പരിശുദ്ധാത്മാവ് എഴുതിയത് പോരാഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ബൈബിളെന്നും പറഞ്ഞ് റോമൻ കത്തോലിക്ക സഭയിൽ പുതിയൊരു ബൈബിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഗാന്ധിജിയുടെ വാക്ക്, ടാഗോറിൻ്റെ വാക്ക്, ഇന്ത്യയിലെ വലിയ മഹാന്മാരുടെ വാക്കൊക്കെ കയറ്റി സുവിശേഷം എഴുതി, ബൈബിൾ എഴുതി. ഒരു 15,000 കോപ്പീസ് മാത്രമേ പ്രിൻ്റ് ഔട്ട് ആയുള്ളൂ. അപ്പോഴത്തേക്കും പിടുത്തം വീണു. എന്താ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പുരോഹിതൻ പറഞ്ഞതെന്നറിയാവോ? നമ്മൾ സുവിശേഷത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ മഹാന്മാരുടെ വാക്ക് ബൈബിളിൽ കയറ്റിയതെന്ന്. ഇതിൽ നിന്നും ഒന്നും അടിച്ചു മാറ്റുകയും ചെയ്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യരുതെന്ന കർത്താവിൻ്റെ കൽപ്പന ഇരിക്കെ ചെയ്ത പരിപാടിയാണ്. സ്തോത്രം. നോക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ബൈബിള് പഠിച്ചതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിലെ സത്യവും
ക്രിസ്തു മതത്തിലെ തെറ്റും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്രിസ്തു മതത്തിലെ തെറ്റെന്തുവാ? അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ, അമ്മയുടെ മുതുമുത്തശ്ശി എന്ത് പറഞ്ഞോ എന്ത് ചെയ്തോ അതേ നമ്മൾ ചെയ്യൂ. എന്നാൽ ഈ പറയുന്നതും ചെയ്യുന്നതില്ല ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കത്തില്ല. ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴാണ് യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ പുസ്തകമാണ് സത്യം, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ഹല്ലേലൂയ. ആ സത്യം നമ്മൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയുള്ളൂ. മനുഷ്യൻ ഈ പുസ്തകം കൈകാര്യം ചെയ്താൽ തൊലിപ്പുറത്ത് പോലും കുത്തുകൊള്ളത്തില്ല. സ്തോത്രം. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ 2000 അച്ഛന് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് കർത്താവ് വിളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. അപ്പോൾ ഞാൻ ചോദിച്ചു, റാഫി നമ്മൾ ശിശുവായിരുന്നപ്പോൾ സ്നാനപ്പെട്ടല്ലേ, ഇനി ഒരു സ്നാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം മർക്കോസ് 16:16 വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വചനപ്രകാരമല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, ക്രിസ്തുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ കുറച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കും. അച്ഛനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ മാത്രം സ്നാനപ്പെട്ടാൽ മതി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ദർശനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത് ഈ തർക്കശാസ്ത്രവും മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്നതിന് കാരണം ഈ ദർശനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ്. അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് ഈ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഞാൻ 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അച്ഛൻ ചേർന്ന് നിന്ന ഈ ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ സെൻറ്റർ ബാംഗ്ലൂർ, ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി. സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ദർശനം, പ്രാർത്ഥനയ്ക്ക് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ്. അത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ ഞാൻ ഈ കാണുന്നത് ഇങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ആ കറക്റ്റായിട്ടുള്ള ഒരു വിഷനാണ് കർത്താവ് തരുന്നത്. യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെ കർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ സ്നാനപ്പെടാനുള്ള ഒരു സ്വർഗീയ നിർദ്ദേശമാണ്. അതുകൊണ്ട് അച്ഛൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ റാഫി ദൈവദാസൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ എന്നെ സ്നാനപ്പെടുത്തി. സാധാരണ ഈ പെന്തക്കോസ്ത് സഹോദരങ്ങൾ സ്വീകരിക്കുന്ന സ്നാനത്തെക്കുറിച്ച് കളിയാക്കുന്നത് കലക്കവെള്ളത്തിൽ മുക്കിയെടുത്തെന്നാണ്. എൻ്റെ കലക്കവെള്ളത്തിലല്ല മുക്കിയത്, നല്ല കണ്ണുനീർ വെള്ളത്തിൽ. സ്തോത്രം. ഞാൻ ആറ്റിലേക്ക് ഇറങ്ങുമ്പം ഐസിലേക്ക് ഇറങ്ങുന്ന പോലെ ആയിരുന്നു. ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഞാനത് സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച ദൈവമക്കൾ പുഴക്കരികളുണ്ടായിരുന്നു, സാക്ഷികളായിട്ട്. അന്നത്തെ എൻ്റെ സ്നാനത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. സ്നാനപ്പെട്ട് 1 മാസത്തോളം ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു. എന്നാൽ ദൈവവചനത്തിലെ സത്യം മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തു മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ ഞാൻ നിർത്തി. 1 മാസത്തോളം ഞാൻ ആശ്രമത്തിൽ ഇരിക്കാൻ കാരണം എനിക്ക് 2 കമ്മിറ്റ്മെൻറ്റ് തീർക്കാനുണ്ടായിരുന്നു. ഒന്ന്, ധ്യാനഗുരു എന്നുള്ള നിലയിൽ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കാൻ പോയാൽ അവർ പറയും ഞാൻ പണം ഓടിച്ചുകൊണ്ട് പോയെന്ന് പറയും. കർത്താവിൻ്റെ നാമം ദൂഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. 2, ഞാൻ ഏറ്റവും അവസാനമായിട്ട് ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ 3000 കാറ്റക്കിസം സ്റ്റുഡൻസിനെയാണ്. അന്ന് ആ പ്രോഗ്രാം എന്നെ ഏൽപ്പിച്ചത് അന്ന് കാവാലം കണ്ണാടിപ്പള്ളിയിൽ ഇരുന്ന് ജെയിംസ് അച്ഛനാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം തീരാൻ ഞാൻ കാത്തു. എന്നാൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആചാരവും ചെയ്യാൻ ഞാൻ നിന്നില്ല. ഈ റിട്രീറ്റിന് വേണ്ടി
കുമ്പസാരവും കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ മറ്റു അച്ഛന്മാരെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കുറച്ച് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ കുഞ്ഞുങ്ങളുടെയും, അതായത് സ്കൂളും കോളേജിലും കുട്ടികളെയാണ് കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ പ്രോഗ്രാമായ കാരണം ഞാനത് തീരാൻ കാത്തിരുന്നു. അങ്ങനെ ധ്യാനത്തിനായിട്ട് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി വന്നു. ഒരു ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ സുപ്പീരിയറായിരുന്ന ജോസഫ് ഡി ക്രൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്പനച്ച, നമ്മുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള കത്തോലിക്കർ ഇവിടെ വന്ന് ഭയങ്കര ബഹളോട് ഒരു പെന്തക്കോസ് മാഗസിനും കാണിച്ചുണ്ട്. അച്ഛാ, അതിൻ്റെ അകത്ത് അച്ഛനിങ്ങനെ ഈ പുഴയുടെ അകത്ത് ഇങ്ങനെ മുങ്ങി പൊങ്ങുന്നൊരു ഫോട്ടോ, ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പരമരഹസ്യമായി വെച്ചത് പരമപരസ്യമായി. ക്യാപ്ഷൻ എന്താണെന്നറിയാമോ? ധ്യാനഗുരു സ്നാനപ്പെട്ടു. തീർന്നില്ലേ? ഞാനില്ലേ ഇവരുമായിട്ട് ചേർന്നാണ് ഈ പെന്തക്കോസക്കാരെ കീറിക്കൊണ്ടിരുന്നത്. ഇതെല്ലാവരും തിരിഞ്ഞ് എന്നെ കീറാനായിട്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ സ്നാനപ്പെടുന്ന ഫോട്ടോയാണ്. സ്നാനമാ? കർത്താവിൻ്റെ കൽപ്പനയാണ് ഞാൻ അനുസരിച്ചത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ളത് കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് പോകാനായി ഞാൻ ആദ്യം സ്വീകരിച്ച സ്റ്റെപ്പാണച്ചാ ആ സ്നാനം. ആ സ്നാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ശിശുവായിരുന്നപ്പോഴുള്ള സ്നാനമേ അല്ല, അത് പള്ളിയിലെ പേരെഴുതാൻ വേണ്ടി ഉള്ള ഒരു സ്നാനമായിരുന്നു. ഈ വചനപ്രകാരം നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വരുന്നത് അച്ഛാ. അപ്പോൾ അച്ഛൻ പറയും, ഇടൂ ചതിയാണല്ലോ, ഇവിടെ ആൾക്കാർ റേസായിട്ടിരിക്കുകയാണ്, തന്നെ കിട്ടിയാൽ അടിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് രാത്രി ആശ്രമത്തിൽ വന്നു. സ്തോത്രം. ഇപ്പോഴ് പ്ലാറ്റ്ഫോമിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ ദി ഡെവിൾ? സ്തോത്രം. ഇനി പിശാചിനെ കാണാനായിട്ട് അടുത്തുള്ള സിംതേരിയിലെങ്കിലും പോകണ്ട, ഇനി ഒരു പുതിയ പിശാച് ഉണ്ടാകത്തില്ല. പിശാച് എന്ന് പറയുന്നത് ഒനിഡാറ്റീവിലെ പരസ്യക്കാരനൊന്നുമല്ലേ. പിശാച് വരുന്നത് എങ്ങനെയാണെന്ന് പിശാചിനെ കാണണമല്ലോ അല്ലേ? ഇപ്പം തന്നെ കാണാം. ഒന്ന് പരസ്പരം നോക്കിക്കേ. പിശാച് പച്ച മനുഷ്യൻ്റെ രൂപത്തിലാണ് വരുന്നത്. സ്തോത്രം. എപ്പോൾ വരുമെന്നറിയോ? വീട്ടിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് മർക്കോസ് 16 പ്രകാരം സ്നാനപ്പെട്ടു നോക്കും. അപ്പോഴറിയാം ഉന്നനം വിടമാട്ടെ എന്ന് പറഞ്ഞ അപ്പൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, അളിയൻ്റെ രൂപത്തിൽ, നാത്തൂൻ്റെ രൂപത്തിൽ, പള്ളിയിൽ അച്ഛൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അതുവരെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. തോളെ കൈയിട്ട് ഇങ്ങനെ നിൻ്റെ കൂടെ നിന്ന് എല്ലാം സ്വീകരിക്കുക. ബട്ട് വെൻ യു ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന നീ എന്നനുസരിക്കുന്നോ അന്ന് നിൻ്റെ ബന്ധുക്കാരിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാച് വെളിപ്പെടും. സ്തോത്രം. ഇവരെന്നെ കീറാനായിട്ട് വന്നേക്ക്. രാത്രി ഞാൻ ആശ്രമത്തിൽ ചെന്നു. പിറ്റേ ദിവസം ഞാൻ വന്നെന്നറിഞ്ഞ് ആശ്രമത്തിന് ചുറ്റുമുള്ള ആൾക്കാർ, യോ എന്ത് തെറിയായിരുന്നെന്നറിയാം. സ്തോത്രം. നമ്മളുടെയൊക്കെ എൻ്റെ പേരിൻ്റെ മുൻപിൽ ഒരു പുതിയ പേര് മാമോദിസ. അപ്പോഴാണ് ഈ കർത്താവേ എന്ന് വിളിക്കുന്ന അതേ നാവ് കൊണ്ട് പച്ച തെറി പറയാനും ക്രിസ്ത്യാനിക്കറിയും. സ്തോത്രം. നീ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്ത ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ. ഈ പുസ്തകം മാത്രം തുടരുത്. തൊട്ട് കഴിഞ്ഞാൽ കളറ് മാറും. ഞാൻ വന്നവരോട് ഈ തിരുവചനത്തിൽ സത്യം ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നോട് പറയണേ, അന്ന് പള്ളി വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, അന്ന് എനിക്ക് സത്യം അറിയത്തില്ലായിരുന്നു. എന്ന് പരിശുദ്ധാത്മ ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ സത്യം ഞാൻ അനുസരിച്ചു. യേശുവിൻ്റെ അമ്മയെ വിശുദ്ധ മറിയത്തെ ഞാൻ അനുസരിച്ചു. പുത്രനെ അനുസരിക്കാൻ പറഞ്ഞു, പുത്രൻ്റെ കൽപ്പന അനുസരിക്കാൻ പറഞ്ഞു, വചനം അനുസരിക്കാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ചു, സ്നാനപ്പെട്ടു. സ്തോത്രം. അച്ഛാന്ന് വിളിച്ച അതേ ഭാഗത്ത് തന്നെ വിളിയൊക്കെ വേറെയായിരുന്നു. കൈവപ്പ് ശുശ്രൂഷ മാത്രം നടത്തിയില്ല എന്ന് വെച്ചാൽ അടിച്ചില്ലെന്ന് മാത്രം. കാരണം ജോഷുവയോട് കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിന്നെ തൊടില്ല,
കാരണം മോശയോട് ഇരുന്നത് പോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ മനുഷ്യ ഭയം വിട്ടു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം അനുസരിച്ചാൽ മറ്റുള്ളവരെ എന്നെ ഒറ്റപ്പെടുത്തും. ഹല്ലേലൂയ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കുമെന്നുള്ളത് ആ ചിന്ത യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. നിൻ്റെ ഭയം വിട്ടുമാറട്ടെ. ഈ പുസ്തകത്തിന് നീ ഹൃദയം കൊടുത്താൽ 1000 തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ഭാഗ്യത്തിലേക്കാണ് കർത്താവ് നിന്നെ വിളിക്കുന്നത്. അങ്ങനെ നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ മേലധികാരിയായിരുന്ന ഗോഡ്വിൻ അച്ഛനെ ഞാനൊരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി. കപ്പുച്ചൻ സഭ എനിക്ക് ഇത്രയും നാൾ നൽകിയ നന്മകൾക്കും ആരോഗ്യത്തിനും സ്തോത്രം കരുതലിനും വിദ്യാഭ്യാസത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. എന്നെ അനുഗ്രഹിച്ചയക്കണമെന്ന് പറഞ്ഞ് ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഗോഡ്വിൻ അച്ഛന്. ഇടവക വൈദികർക്ക് ബിഷപ്പാണ്, സന്യാസികൾക്ക് ബിഷപ്പിൻ്റെ അതേ തുല്യ പവറാണ്, പക്ഷേ ഡിഫറെൻ്റ് ഒരു പൊസിഷനിൽ വ്യത്യാസമുണ്ട്. അവർക്ക് പ്രൊവിൻഷ്യൽ അധികാരം ഞങ്ങളുടെ സഭയിൽ മാത്രം, പക്ഷേ ബിഷപ്പിന് ഹോൾ ഡയസിസിൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. എല്ലാ പുരോഹിതന്മാരുടെ മേലും ഒരു അധികാരമുണ്ട്. ബട്ട് ബേസിക്കലി എല്ലാവരുടെയും മെയിൻ തലവൻ പോപ്പാണ്. എല്ലാവരും പോപ്പിൻ്റെ കീഴിലാണ്. എല്ലാ സന്യാസ സമൂഹങ്ങളും പോപ്പിൻ്റെ കീഴിലാണ്. കാത്തലിക് ചർച്ച് മറ്റു സഭകളുടെ കാര്യമല്ല, കാത്തലിക് ചർച്ച്. അപ്പോൾ കാത്തലിക് ചർച്ചിന് കീഴിലാണ് ഈ സന്യാസ സമൂഹങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യൽ ഞാൻ ലെറ്റർ അയച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്പിൻ, ഐ ഗോട്ട് യുവർ ലെറ്റർ ആൻഡ് റെഡ് ഇറ്റ്. അച്ഛൻ സ്നാനപ്പെട്ടെന്നോ പെന്തക്കോസ്തിൽ പോകാൻ പോകണമെന്നോ ഒക്കെ കേട്ട്. സ്നാനപ്പെട്ടൊന്നും പ്രശ്നമില്ല, അച്ഛനെങ്ങും പോകണ്ട, സ്നാനപ്പെട്ടൊന്നും കുഴപ്പമില്ല. അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത്, അച്ഛൻ പോയാൽ എങ്ങനെ ജീവിക്കും? നിങ്ങൾ കപ്പുച്ചിൻസിൻ്റെ ഡ്രസ്സ് കണ്ടു കാണാമായിരിക്കും. കാപ്പിപ്പൊടി ഡ്രസ്സ്, വലിയ ഒരു ഉടുപ്പ്, 2 സൈഡിലും നീളമുള്ള 2 പോക്കറ്റുണ്ട്. പോക്കറ്റ് നീളമുള്ള, ഇതിൻ്റെ അകത്ത് ആരുമില്ല. കാരണം സന്യാസിക്ക് നോ പേഴ്സണൽ ഏണിങ്സ്, വ്യക്തിപരമായ ഒരു സമ്പാദ്യവും ഇല്ല. ഇടവകരെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇടവക വൈദികരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇത് എല്ലാം കോമൺ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കരുതി വെക്കേണ്ട കാര്യമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ, ഞാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ വേലക്കായിട്ടില്ല, ഞാൻ പോകുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വേലക്കായിട്ടാണ്. ഏലിയാവിനെ പോറ്റിയത് കാക്കയെ കൊണ്ടാണെങ്കിൽ ആ കാക്കയുടെ വരവ് നിൽക്കില്ല. എന്തുടുക്കും, എവിടെ കിടന്നുറങ്ങും, എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട. വിളിച്ചവൻ വിശ്വസ്തനാണ്. വിളി കേട്ട് ഇപ്പോഴും ഭയത്തോടെ ഇരിപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം വിട്ടു മാറട്ടെ. മനുഷ്യഭയം ഒരു കെണിയാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആ സുവിശേഷ പ്രഘോഷണത്തിന് കുടുംബമായ ഒരു വിളിയുണ്ടെങ്കിൽ പുറകോട്ട് നോക്കരുത്, വിളിച്ചവനെ നോക്കുക. സ്തോത്രം. എല്ലാം അവിടുന്ന് കരുതിയിട്ടുണ്ട്. ഈ പുസ്തകം എടുക്കുന്നവനെ എൻ്റെ ദൈവം എടുത്തോളും. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചരിത്രം അതാണ്. ഇപ്പോഴും സഭാപ്രവൃത്തി തീർന്നിട്ടില്ല. ഇപ്പോഴും തൻ്റെ മക്കളെ, താൻ സ്നേഹിക്കുന്നവനെ അവൻ സ്നേഹിക്കും, അവൻ കരുതും. ഹല്ലേലൂയ. അത്ഭുതം മന്ത്രിയാണ് സേവിക്കുന്നതെന്ന് ഓർത്തോളാം. അതുകൊണ്ട് ഈ പുസ്തകം ചുമക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വേലയാണ്. ഇത് കഴിഞ്ഞിട്ട് ഏത് വേലയുമുള്ള. പക്ഷെ ഒരു കാര്യം റിമെമ്പർ, ഈ പുസ്തകം എടുത്തിട്ട് വേലത്തരം കാണിച്ചാൽ കർത്താവ് വലിച്ചു കയറും. സ്തോത്രം. കാരണം സുവിശേഷ പ്രഘോഷകൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ മറ്റുള്ള ഏത് ഓഫീസിനേക്കാളും ശ്രേഷ്ഠമായ ജോലിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ പ്രഘോഷിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് എന്നെ കാത്തുള്ളൂ. ഞാൻ വചനമൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എടോ ബൈബിളൊക്കെ പറയാൻ എളുപ്പമാണ്, തന്നെ ഇറങ്ങി പൊള്ളുമ്പോൾ പഠിക്കും. ഞാൻ പറയില്ല അച്ഛാ. അങ്ങനെ വിശുദ്ധ പൗലോസിനെ പോലെ സകലം ചപ്പും ചവറുമായി എണ്ണി നേരെ ഞാൻ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഇനിയാണ് കുരിശി. സ്തോത്രം. കുരിശിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ വലിയ ആഴ്ചയിൽ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വലിയ ആഴ്ചയാണ്, ദുഃഖ വെള്ളിയാഴ്ചത്തെ കുരിശിൻ്റെ വഴി.
ഞാൻ ഏതെങ്കിലും പള്ളിയിൽ ധ്യാനിപ്പിക്കുന്ന സമയമാണെങ്കിൽ കുരിശിൻ്റെ വഴി നടത്താൻ ഫ്രണ്ടിൽ പള്ളിയിൽ ഇടവ പള്ളിയിൽ ചെറിയ കുരിശല്ല, സാമാന്യം കുറച്ച് വലിയൊരു കുരിശുണ്ട്. ഈ കുരിശ് എടുത്തുകൊണ്ട് ധ്യാനഗുരു ഈ കുരിശിൻ്റെ വഴി പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടിലുണ്ടാകും. അങ്ങനെ പല സ്ഥലങ്ങളിലും കുരിശിൻ്റെ വഴി ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ക്രോസ്, ദ റിയൽ ക്രോസ് എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പുസ്തകത്തിനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം കൊടുത്തപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന പീഡകളാണ്. നിന്ദനം, ഒറ്റപ്പെടുത്തൽ. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 12 മക്കൾ. അപ്പച്ചനും അമ്മച്ചൊക്കെ പഴയ ഗവൺമെൻറ്, ഞാൻ 7ാമൻ. ഞാൻ മാത്രമേ കർത്താവിൻ്റെ വേലക്കായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു കത്തോലിക്ക കുടുംബത്തിലൊരു പുരോഹിതനെന്ന് പറയുന്നത് വലിയൊരു അന്തസ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ സ്ഥാനപ്പെട്ട് നേരെ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ സാധാരണ ഹോളിഡേയ്സിന് പോകാറില്ല. ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ചയായി. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ അമ്മ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സംബന്ധിക്കുന്ന അമ്മയാണ്. കുർബാനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കും, മകനെ പള്ളി വരുന്നില്ലേ, കുർബാന ഇല്ലെന്നില്ലേ? ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പോയിക്കൂ, ഞാൻ വൈകുന്നേരം തുമ്പോളിയിൽ ആശ്രമത്തിൽ, കപ്പൂച്ചൻ ആശ്രമത്തിൽ പോയി കുർബാന ഒല്ലിക്കളാം, അമ്മ പോയിക്കളാം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും ഞാൻ എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞില്ല. കാരണം എന്നേക്കാൾ വിരോധികളാണ് എൻ്റെ കുടുംബക്കാർ. എന്തിന്? പെന്തക്കോസിന്. അവർ പള്ളിയിലെ പല കാര്യങ്ങളും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അച്ഛന്മാരും ഞാൻ ധ്യാനിപ്പിച്ചുള്ള കന്യാസ്ത്രീകളും വീട്ടിൽ വന്ന് എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട് അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട്ടിൽ വന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടി തറവാട്ടിൽ വന്നു. ആലപ്പുഴ കാഞ്ഞിരഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കുടുംബം. അച്ഛന്മാരും കന്യാസ്ത്രീകളും വന്നപ്പോൾ അവർ വന്ന സന്തോഷത്തിൽ എല്ലാവരും കൂടെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛന്മാർ പറഞ്ഞു, ഞങ്ങൾ വന്നത് ക്രിസ്പിനെ അച്ഛനോട് കാര്യം പറയാൻ. അച്ഛൻ ദയവായി കത്തോലിക്ക സഭ വിട്ടുപോകരുത്. അച്ഛനെ പോലെ ഒരു ധ്യാനഗുരുവിനെ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ദയവായി തിരികെ വരണം. അച്ഛന്മാരിത് പറയുമ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് അച്ഛന്മാരെ അല്ല, ചിരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സഹോദരങ്ങളെയാണ്. ഇത് കേട്ടോടുകൂടി അവരുടെ മുഖം കാട്ടിലെ മൃഗങ്ങളുടെ ഷേപ്പ് അതിനെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമായി. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഐ വിൽ കം ബാക്ക്, ബട്ട് വൺ തിങ്, ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വന്നാൽ റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ബൈബിൾ ആയിരിക്കില്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ പച്ചയായി ദേശത്തോട് വിളിച്ചു പറയും. നിങ്ങൾക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛന്മാർ പറഞ്ഞെന്താണെന്ന് അറിയാം, അങ്ങനെയാണെങ്കിൽ ക്രിസ്പിൻ അച്ഛൻ വരണ്ട. യെസ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു സ്പ്രീച്ച് ദ റിയൽ ട്രൂത്ത്. ദൈവവചനത്തിലുള്ള തിരുവചന സത്യം പറയാൻ ഈ റോമൻ കാത്തലിക് ചർച്ച് സമ്മതിക്കത്തില്ല. സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ കീഴിൽ നിന്ന് വേണം വചനം പഠിപ്പിക്കാൻ. കാരണം എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയ്ക്ക്, റോമൻ കത്തോലിക്ക സഭയ്ക്ക് 2ാം സ്ഥാനമേ ഈ പുസ്തകത്തിനുള്ളൂ. 1ാം സ്ഥാനം പാരമ്പര്യമാണ്. സ്തോത്രം. ഇന്ന് പലരും അവിടെ ഇവിടെ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെടിപൊട്ടിക്കും. പക്ഷേ അവസാനം വന്ന് നിൽക്കുന്നത് കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിലായിരിക്കും. ഒരു ഡാനിയൽ പൂർണ്ണത്തിനുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഡബിൾ പ്ലേ കാണിക്കും. 2 വഞ്ചിയിൽ കാലുവെച്ച് കളയും. ഒരു ഭാഗത്ത് സത്യം പറയും, അപ്പുറത്ത് നേരെ തിരിച്ചു പറയും. ഞങ്ങളോ കാണാത്തവരുണ്ടാക്കണ്ട, ഞങ്ങളുണ്ടാക്കും. കാരണം എന്താ? ഞങ്ങൾ കണ്ടത്. ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കരുത്. ഇവിടെ ഒരാൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഏതാത്മാവാ? സ്തോത്രം. അപ്പോൾ അങ്ങനെ ഡബിൾ പ്ലേ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ ഡാനിയൽ അച്ഛൻ്റെ കാര്യം കട്ടപ്പുകയാണ്. സ്തോത്രം. വീരത്വത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ശക്തിയുടെ ആത്മാവാണ് ഒരു രാജകീയ പുരോഗതി പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. എന്നെ തിരികെ കൊണ്ടുപോകാൻ വന്ന അച്ഛന്മാർ തിരിച്ചുപോയി. ഭയങ്കര സങ്കടത്തോടാണ് പോയത്. പക്ഷേ എൻ്റെ കുടുംബക്കാരെന്നെ വിട്ടില്ല. അവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി എന്നോട് പറഞ്ഞു, അച്ഛൻ തിരികെ പോകണം, ഞങ്ങൾ നാണം കെടുത്തരുത്, ഞങ്ങൾക്ക് ഇറങ്ങി പുറത്ത് നടക്കണം, അതുകൊണ്ട് അച്ഛൻ തിരികെ പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് തിരികെ പോകാനല്ല, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ വന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത ആരുടെ വേല? ഞാൻ പറഞ്ഞു, ഇതുവരെ ചെയ്ത ഒരു മനുഷ്യൻ പറഞ്ഞ വേല.
ഇനി ഞാൻ ചെയ്യുന്നത് കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച സുവിശേഷ പ്രഘോഷണമാണ്. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സമയമാകുമ്പോൾ ഞാൻ സ്തോത്രം നിങ്ങളെല്ലാം വിട്ടു പോകും. സ്തോത്രം. അടുത്ത പ്രലോഭനം വരുന്നത് എൻ്റെ ഒരു സഹോദരൻ കാനഡയിലുണ്ടായിരുന്നു. 10-30 വർഷമായിട്ട് പുള്ളി അവിടെയായിരുന്നു. അപ്പോൾ 2000 ഹോളിഡേയ്സ് വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പോയി അച്ഛന്മാരുമായിട്ട് സംസാരിച്ച് അവർ പറഞ്ഞു, ക്രിസ്ത്യൻ അച്ഛൻ വന്നാൽ ഞങ്ങൾ തിരികെ എടുക്കും. അച്ഛന് ചേട്ടായി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ പ്രതിയെങ്കിലും തിരികെ പോ. ഞാൻ പറഞ്ഞു, എന്നാൽ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ, അച്ഛന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കാനഡയായി പോകാം, അവിടെ പോയി ബിഷപ്പുമായിട്ട് സംസാരിക്കാം, ഏതെങ്കിലും ഒരു പള്ളിയിൽ പുരോഹിതനായി തുടരാമല്ലോ. ഞാൻ പറഞ്ഞു, കാനഡയേക്കാൾ മനോഹരമായ ഒരു രാജ്യത്ത് പോകാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്ക് ഒരു രാജ്യത്തും പോകണ്ടേ. അപ്പോൾ അവർ ചോദിക്കുക, കാനഡയേക്കാൾ മനോഹരമായ രാജ്യം ഏതാ? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ രാജ്യം. അതോടുകൂടി രക്തബന്ധം മുറിഞ്ഞു. സ്തോത്രം. എൻ്റെ ഒരു 5ാമത്തെ ബ്രദറുണ്ട്. അദ്ദേഹം ഞാൻ തിരികെ പോകില്ല എന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ കാനഡയിൽ പോകാൻ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു, കോച്ചിൻ്റെ കൂടെ പോ, കോച്ചിൻ്റെ കൂടെ പോ, കോശിച്ചൻ്റെ കൂടെ പോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെന്നെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം എനിക്കറിയാം. ഞാൻ അവിടെ പോയാൽ എനിക്ക് കിട്ടുന്ന നന്മയുടെ പകുതി നിങ്ങൾക്ക് കിട്ടുമെന്നറിയാം. നിങ്ങൾക്ക് വേണ്ടത് പണമാണ്, എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് വേണ്ടത് ആത്മാക്കളെയാണ്. അത് പറഞ്ഞോടുകൂടി അച്ഛാന്ന് വിളിച്ച അതേ നാവിൽ നിന്ന് വന്ന വാക്കെന്താണെന്ന് പറയും, ഇറങ്ങടാ പട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. കാരണം അച്ഛാന്ന് വിളിച്ച അതേ അത്രയും ബഹുമാനത്തോടെ വിളിച്ച അതേ നാവിൽ നിന്ന് അടുത്തതായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ എൻ്റെ മകനുമല്ല, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നരുളി ചെയ്ത ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തിലിറങ്ങി നിപ്പുണ്ട്. നീ മനുഷ്യഭയമെന്ന കെണിയിൽ വീഴരുത്. അമ്മ മറന്നാലും അപ്പം മറന്നാലും സഹോദരങ്ങൾ തള്ളിപ്പറഞ്ഞാലും ഗൾഫിലിരിക്കുന്ന നിൻ്റെ അളിയൻ നിനക്കൊന്നും തരാതിരുന്നാലും നിന്നെ വിളിക്കുന്ന ജീവനുള്ള ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് നീ ശബ്ദം കൊടുത്തുകൊണ്ട് നിൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുത്താൽ നിന്ദിക്കുന്നവരുടെ ഇടയിൽ മാനിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്, വിശ്വസിക്കുന്നത്. ആ പ്രത്യാശയുള്ള മക്കളൊന്ന് കരങ്ങളടിച്ചെൻ്റെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, കുടുംബത്തിൽ ഉണ്ടാകട്ടെ. എല്ലാം മനുഷ്യഭയം വിട്ടുമാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി. ആരും എന്നോട് മിണ്ടത്തില്ല. ഒരു നികൃഷ്ട ജീവിയെപ്പോലെ അവരെന്നെ കണ്ടത്. സ്തോത്രം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണം. സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വേദന തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ്, ഫ്രണ്ട്സിനെ പോലെ എല്ലാവരുമായിട്ട് ഇങ്ങനെ തല്ലിക്കളിച്ച് ജീവിച്ച സഹോദരങ്ങൾ പെട്ടെന്നാണ് കളർ മാറുന്നേ. നികൃഷ്ട ജീവി പോലെ ഒറ്റപ്പെടുത്തി ആരും സംസാരിക്കാൻ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ, ഒന്നിനും നമ്മളെ ഒരു സഹകരണവും ഇല്ല. ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ലേ. കാരണം ഞാനാണെങ്കിൽ ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. സ്തോത്രം. എനിക്ക് ഈ ജോളി ടൈപ്പായിരുന്നു ഞാൻ. കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, അനാഥനായി നിന്നെ ഞാൻ വിടത്തില്ല, എന്നെ സഹായിക്കാനായിട്ട്, എന്നെ ശക്തീകരിക്കാനായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന മറ്റ് 2 കത്തോലിക്ക പുരോഹിതന്മാരെ കർത്താവ് പരിചയപ്പെടുത്തി. ഒരു ഏണസ്റ്റ് എച്ച് മുഖാന്തരം ഒരു മാർസലിൻ ജെ മൊറൈസ് അച്ഛനെ പരിചയപ്പെട്ട് അവരുമൊക്കെ പല ശുശ്രൂഷയിലായിരുന്നു. ഈ മാർസലിൻ ജെ മൊറൈസ് അച്ഛൻ പക്ക പെന്തക്കോസ്ത് വിരോധിയായിരുന്നു. അച്ഛനെയും കർത്താവ് പിടിച്ചു. അച്ഛൻ ഇന്ന് അമേരിക്കയിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അച്ഛനെ പരിചയപ്പെട്ട്, അച്ഛനന്ന് തിരുവല്ല കുറ്റപ്പുഴയിലായിരുന്നു. അച്ഛനെ പരിചയപ്പെട്ടപ്പോഴതിന് ശേഷമാണ് ഞാൻ ശരിക്കും ശക്തി പ്രാപിച്ചത്. സ്തോത്രം. അപ്പോൾ എൻ്റെ ചേട്ടായി പറഞ്ഞു 15 ദിവസത്തിന് ഞാൻ പോവും, തീരുമാനം അറിയിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ നിന്ന് മുങ്ങി. ഞാൻ പൊങ്ങിയത് തിരുവല്ല മാർസലിൻ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ്റെ കൂടെ 1 മാസത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, ക്രിസ്മസ് ഒരു കാര്യം ചെയ്യും, ഇപ്പം കയറിക്കിടക്കാൻ ഒരു ഇടമില്ലല്ലോ. അതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കർത്താവിൻ്റെ കരുതൽ എന്ന് പറയുന്നത്
ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ അനുഗ്രഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ശരിക്കും യഥാർത്ഥത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ കരം ഞാൻ കണ്ടത് ഈ പുസ്തകം ഞാൻ എടുത്തപ്പോഴാണ്, കർത്താവിനെ അനുസരിച്ചപ്പോഴാണ്, കർത്താവിനെ എൻ്റെ ഹൃദയം കൊടുത്തപ്പോഴാണ്. അപ്പോൾ മാസലേച്ചൻ പറഞ്ഞ് തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ പിടിച്ചു നീക്കാൻ ഒരു കാര്യം ചെയ്യും. KP യോഹന്നാൻ സാറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അന്ന് 2000 KP സാർ കൃപയിലായിരുന്നു, അർത്ഥം പിടിയിട്ടില്ല അല്ലേ? KP സാറുമായിട്ട് പരിചയപ്പെട്ടു. KP സാറിന് അരൂരിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു വർക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പാസ്റ്ററായിട്ട് എന്നെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ബിഷപ്പായത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിൻ്റെയൊക്കെ വലിയൊരു അടിമത്തെത്തുന്ന നീ എന്നെ വിടുവിച്ചത്, ഇപ്പോഴെൻ്റെ അവസ്ഥ വറിയട്ടിന്നെടുത്ത് എന്നെ ഈ രീതിയിലിട്ട് കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ജോസഫ് മനക്കലച്ചനെ കർത്താവ് പരിചയപ്പെടുത്തുന്നത്. ജോസഫ് മനക്കലച്ചൻ, പനക്കലച്ചനല്ല, മനക്കലച്ചൻ. ഈ മനക്കലച്ചൻ്റെ പ്രത്യേകത 74-ാമത്തെ വയസ്സിലാണ് കർത്താവ് അച്ഛനെ ഈ പെന്തക്കോസ് മാർഗത്തിൽ കൊണ്ടുവരുന്നത്. 800 കരിസ്മാറ്റിക് പാട്ടുകൾ എഴുതിയ അച്ഛനാണ്. ലാറ്റിൻ കുർബാനയുടെ മലയാളം ട്രാൻസ്ലേഷനൊക്കെ വരുത്തിയ അച്ഛനാണ്. കേരളത്തിലെ ലാറ്റിൻ ബിഷപ്പ്മാരെ പഠിപ്പിച്ച അച്ഛനാണ്. അച്ഛനെ കർത്താവ് പരിചയപ്പെട്ട്, അങ്ങനെ അച്ഛനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് സ്തോത്രം ഞാൻ അച്ഛനും കൂടി പൊതു ശുശ്രൂഷയ്ക്ക് തുടങ്ങി പോയത്. KP നിന്ന് മാറിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ജോഷുവ ജനറേഷൻ കോർണർ സ്റ്റോൺ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളൊക്കെ കരിസ്മാറ്റിക് പള്ളിയിലെ കരിസ്മാറ്റിക് ധ്യാനഗുരുക്കന്മാരായിട്ട് ഞങ്ങളെ എല്ലാവരെയും കർത്താവ് തിരുവചന സത്യം പഠിപ്പിച്ചു. എല്ലാവരെയും ചർച്ചിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചാൽ അവർ തള്ളിപ്പറഞ്ഞല്ല, തിരുവചന സത്യപ്രഘോഷണത്തിനായിട്ട് ഇറങ്ങി. ഇവിടെ നമുക്കൊരു പുതിയ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വൈഫിൻ്റെ പേര് സുഷമ, മോൻ ഹാനോക്കാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അവനാണ് ഒരു തലയും കയ്യും എന്നൊക്കെ കാണിക്കൂ. അവൻ്റെ പേര് ഹാനോക്ക് എന്നാണ്. അവന് 4th ഇയർ എൻജിനീയറിങ് കംപ്ലീറ്റ് ആക്കി. ഓർഗൻ വായിക്കുക, എൻ്റെ പാട്ട് മിക്സ് ചെയ്യുകയും എൻ്റെ പ്രസംഗം എൻ്റെ എല്ലാം എഡിറ്റ് ചെയ്ത് കർത്താവിൻ്റെ വേലയിൽ എന്നെ സഹായിക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഇവിടെ കൊച്ചി തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കുടുംബക്കാർ ഞാൻ ഈ മാർക്കറ്റിൽ വന്നതിന് ശേഷം ആരും എന്നോട് മിണ്ടത്തില്ലായിരുന്നു. എന്നാൽ നാളുകൾക്ക് ശേഷം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കാനായിട്ട് ഈ കാനഡയിലെ ബ്രദറാണ് മുൻകൈയെടുത്തത്. എന്നാൽ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് കർത്താവ് യേശുവാണ്. എന്നെ തള്ളിപ്പറഞ്ഞ അതേ സഹോദരനെ കൊണ്ട് എന്നെ ഏറ്റുപറയിപ്പിച്ചു. സ്തോത്രം. അദ്ദേഹവും പിന്നീട് ഈ പെന്തക്കോസ് മാർഗത്തിലേക്ക് വന്നു. കത്തോലിക്ക സഭ നീ വിട്ടത് പെന്തക്കോസക്കാരെന്തോ കാര്യമായിട്ട് നിനക്ക് തന്നതുകൊണ്ടാണെന്ന്. എനിക്ക് കിട്ടിയത് ഈ പുസ്തകമാണ്. സ്തോത്രം. ഇതാണ് എൻ്റെ സമ്പത്ത്, എൻ്റെ കർത്താവാണ് എൻ്റെ സമ്പത്ത്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെന്തക്കോസ് അനുഭവമുള്ള ദൈവമക്കളിലൂടെ ദൈവം എനിക്ക് തന്നതാണ്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ സുവിശേഷ വേലയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. വിശ്വ പൗലോസ് പറഞ്ഞ പോലെ നേടിയ നല്ല നേടാമെന്നല്ല ആക്കാക്കി ഓടിയാണ് ഓടി 2005 വർഷമായി, അതായത് 25 വർഷമായി ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് ഈ ശിഖ കർത്താവിനെ പിടിപ്പിച്ചിട്ട് ഈ തീനാളം ഹല്ലേലൂയ ഒന്നും ചേർക്കാതെ അടിച്ചു മാറ്റാതെ തിരുവചന സത്യം പരിശുദ്ധാത്മാവെന്ന് പറയുന്നു ഭയം കൂടാതെ ഈ നിമിഷം വരെ കർത്താവ് എന്നെ തൻ്റെ വേലയ്ക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ഇത്രയും സമയം സാക്ഷ്യം കേൾക്കുവാനും അത് അത് പങ്കുവയ്ക്കുവാനും കർത്താവിനെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങനെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസിലുള്ള എല്ലാ കൂട്ടായ്മയിലുള്ള മക്കൾക്കായി നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും അധികമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. തീർച്ചയായിട്ടും കൂട്ടായ്മയെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കും.
ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, നീ ഞങ്ങൾക്ക് തന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം കർത്താവേ. മനുഷ്യഭയമാകുന്ന കെണി വിട്ടുമാറി യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ ജോഷുവായപ്പോൾ നിൻ്റെ സന്നിധിയിൽ കർത്താവെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ ആരെങ്കിലും കർത്താവെ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം തന്നെ മക്കളെ വിളിച്ച് വേർതിരിച്ച് സ്നാനപ്പെട്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.